ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഇക്കയും മക്കളും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. ഒരു മിനി ട്രിപ്പാണ്, അതായത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോട് ഹൈലൈറ്റ് മാള് ബീച്ചൊക്കെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഒരു യാത്ര ഞങ്ങൾ 5 മണിക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. അതായത് സച്ച് സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയാലും നമ്മൾ ഒരു 5:30-5:45 ഇടയിലായിട്ട് കോഴിക്കോട് എത്തും. ഇപ്പോൾ ഹൈവേ ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ എളുപ്പമാണല്ലോ. ആദ്യമൊക്കെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ വലിയ പാടായിരുന്നു, 1 മണിക്കൂറിലേറെ യാത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കാറൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പോവാണ് കേട്ടോ. അപ്പോൾ കാറ് പാർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലേക്ക് എൻട്രി എത്തുന്നത്. അതായത് ഏത് ഫ്ലോറിലേക്കാണോ കിട്ടുന്നത് അറിയില്ല. പോയി നോക്കിയാലേ അറിയുള്ളൂ ഫസ്റ്റ് ഫ്ലോറാണോ സെക്കൻഡ് ഫ്ലോറാണോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ലിഫ്റ്റ് അതുപോലെ തന്നെ എസ്കലേറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലോറിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ കയറിയാൽ വല്ലാതെ പർച്ചേസിങ്ങിനൊന്നും നിൽക്കാറില്ല. ഇപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് സച്ചുവിനൊരു ഡ്രസ്സ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൊത്തത്തിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ അതാ സ്റ്റുഡിയോയിലേക്ക് കയറുകയാണ്. സ്റ്റുഡിയോയിൽ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വലിയ റേറ്റും ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ അതുപോലെ തന്നെ ലുലു മാളിൽ അങ്ങനത്തെ മാളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കി എടുക്കാറുണ്ട്.
അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ സച്ചുവിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബില്ലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ കവറിനും ക്യാഷ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ കവറില്ലാതെ അവർ സാധനം വാങ്ങിയിട്ട് ബാഗിലിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നടക്കണ കണ്ടിട്ട് ലച്ചുവിന് നടക്കണം കേട്ടോ. അപ്പോൾ അവളതാ അങ്ങനെ എക്കാനെ കയ്യും പിടിച്ച് നടക്കുകയാണ്. അവൾക്ക് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ലച്ചു ഇതിനൊക്കെ ഉഷാറായിട്ട് നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇവിടെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി. ഇനിയിപ്പോൾ സച്ചുവിന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ആക്കുകയാണ്. അപ്പോൾ അവനക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനക്ക് പിസ്സ ഓർഡർ ആക്കി, ഞാൻ മോമോസ് ഓർഡർ ആക്കിയിരുന്നു. അപ്പോൾ അത് കിട്ടാനുള്ള വെയിറ്റിങ്ങിനാണ് കേട്ടോ.
അങ്ങനെ തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ബീച്ചിലൊന്ന് പോയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് സച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ബീച്ചിലേക്ക് പോയിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡാക്കി. അവനക്ക് കടുക്ക ഫ്രൈ അതുപോലെ തന്നെ അവിടുത്തെ കാടമുട്ട മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇക്കെന്നാൽ അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. ഇപ്പോൾ ഏകദേശം 11 മണി ആയിട്ടോ. ഈ ഒരു സമയത്താണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നത്. പക്ഷേ ബീച്ചിൽ ഈ ഒരു സമയത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാ സച്ചി ഇവിടെ എത്തിയ പാടെ ടോയ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവനക്ക് പറ്റിയതൊക്കെ തിരയാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ നിന്ന് സച്ചുവിനും ടച്ചുവിനോട് ടോയ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കാടമുട്ട മസാലയും കടുക്ക ഫ്രൈ ഒക്കെ കഴിക്കാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ കഴിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ നാട്ടിലേക്ക് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ കുറച്ച് സമയമൊക്കെ നിന്ന് ഞങ്ങൾ അവിടുന്ന് പോന്നു. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.